ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡുങ്കൂസ് യൂണിവേഴ്സ്. ഇവനെ കൊണ്ട് വീഡിയോ എടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവൻ ഒരു പൊടിക്ക് കിടക്കുന്നില്ല. ഇതേ കരഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ടും ശരി, എന്നാൽ പിന്നെ അവനെ കൊണ്ട് തന്നെ വീഡിയോ എടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ഒരുപാട് ലേറ്റായി പോകുന്നു. ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുഞ്ഞിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്. ഞാൻ ഹോസ്പിറ്റൽ ബാഗ് വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റാണ്, കുഞ്ഞിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഈ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. ഒരു മിഡിൽ ക്ലാസ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അതുപോലെ ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ, പാമ്പേഴ്സ്. ഇവനിപ്പോൾ 4 months ആയി. 7 to 12 kgsൻ്റെ പാമ്പേഴ്സ്, ടാപ്പ് ചെയ്യുന്ന പാമ്പേഴ്സില്ലേ, ടാപ്പ് ഓൺ, അങ്ങനത്തെ പാമ്പേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ചെറിയ പ്രായം തൊട്ട് തന്നെ, അതായത് ജനിച്ചപ്പോൾ തൊട്ട് തന്നെ പാമ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇവൻ ഇതുവരെ ബട്ടർ റാഷസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും പാമ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു 6 months വരെ, അല്ലെങ്കിൽ 4-5-6 months വരെയെങ്കിലും ഞാൻ ഈ ഒരേ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റാഷസ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഞാനവിടെ കണ്ടു, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡയപ്പർ ഞാൻ ഉപയോഗിക്കുന്നത് പാമ്പേഴ്സാണ്. നെക്സ്റ്റ് വന്നിട്ട് വെറ്റ് വൈപ്സ് ആണ്. ഇതൊരു സാമ്പിൾ പാക്കേജാണ് കേട്ടോ, വെറ്റ് വൈപ്സിൻ്റെ. ഇത് മദർ സ്പർശ് എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഒരു വെറ്റ് വൈപ്സ് ആണ്. 99% വാട്ടർ കണ്ടന്റുള്ള വെറ്റ് വൈപ്സ് ആണ്. ഇത് വന്നിട്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 month, അതായത് ഈവൻ ന്യൂ ബോൺ ആയിട്ട് ഇൻഫാൻ്റ് ആയിരിക്കുന്ന ഫസ്റ്റ് 1 month വരെ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ അപ്പി തുടയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത്. ഉള്ള സമയത്ത് ഇത് വാങ്ങിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കുട്ടീനെ വെറ്റ് വൈപ്സ് വെച്ചിട്ട് മുഖവും കൈയും കാലൊക്കെ തുടയ്ക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുക. ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. 1 month ശേഷം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ മാമായ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, ഞാനിത് മീഷോ എന്നാണ് വാങ്ങിച്ചത്. ഒരു മുമ്പത്തെ എൻ്റെ അൺബോക്സിങ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവും. ഒരു 7 പാക്കേജസ് 200-300 രൂപയ്ക്ക് എനിക്ക് കിട്ടിയതാണ്. ആണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതാണിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു, ഇനി ഒന്നും കൂടെ എനിക്ക് വാങ്ങിക്കണം. ഇതിൻ്റെ റിവ്യൂ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇതിനകത്ത് തന്നെ പറയാം. റിവ്യൂ വന്നിട്ട് ചെറിയ ഒരു കോക്കനറ്റിൻ്റെ ഒരു സ്മെല്ലുണ്ട് ഇതിനകത്ത്. കുട്ടിക്ക് ഇതുവരെ റാഷസോ അങ്ങനെയുള്ള പ്രോബ്ലംസോ ഒന്നും വന്നിട്ടില്ല. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ ഇതുവരെ 7 പാക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു പാക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനകത്ത് തന്നെ പകുതിയിൽ അതേ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലായിക്കോളല്ലോ, ഇത് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഉള്ള ഒരു വൈപ്സ് തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ പ്ലേസ് മാറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇവന് ബോറടിക്കും. ഓക്കെ, അടുത്തത് വന്നിട്ട് ബോഡി വാഷാണ്. ബോഡി വാഷ് വന്നിട്ട് ഞാൻ മദർ സ്പർശിൻ്റെ ഡെയിലി മോയ്സ്ചറൈസിങ് മിൽക്കി സോഫ്റ്റ് എന്ന് പറയുന്നുള്ള ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സോപ്പാണ് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, കൊച്ചിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഏറ്റവും നല്ല സോപ്പാണ്. അതായത് ഇതിനകത്ത് pH വാല്യൂ ഒക്കെ കുട്ടിയുടെ സ്കിന്നിന് പറ്റുന്ന മാതിരി, pH വാല്യൂ ഒക്കെ കുഞ്ഞിൻ്റെ സ്കിന്നിന് പറ്റുന്ന മാതിരി ഉള്ള സോപ്പാണ്, ഏറ്റവും നല്ല സോപ്പാണ്. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവൻ്റെ ഒച്ച ഇങ്ങനെ കേട്ടിരിക്കും കേട്ടോ. ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് യൂസ് ചെയ്ത് നമ്മൾ സോപ്പ് പൊട്ടിയിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കില്ല വെക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചിട്ട് പെട്ടെന്ന് മെൽറ്റായി പോകും. ഈ ഒരു ചെറിയൊരു ബാറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പോൾ 200 രൂപ കൊടുത്ത് നമ്മൾ ഒരു സോപ്പ് വാങ്ങിക്കുക. അത് തന്നെ നമ്മൾ സോപ്പ് പൊടിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ഒരാഴ്ച പോലും എടുക്കുന്നില്ല, ഒരു 4-5 ദിവസത്തിനുള്ളിൽ അത് മെൽറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനേ പറ്റാത്ത രീതിയിലേക്ക് ഇത് മാറും, വെള്ളമൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സോപ്പ് മാറി ഈ പ്രൊഡക്റ്റ് ഈ അടുത്താണ് ഞാൻ ഇത് വാങ്ങിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഇതിനൊരു ലൈറ്റ് സ്മെല്ലുണ്ട്, അത് മാത്രമാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൂ. ഇനി അടുത്ത വന്നിട്ട് ബട്ടർ റാഷ് വന്നാൽ
സപ്പോസ് വന്നാൽ എങ്ങനെ നമ്മൾ അതിനെ ഇതാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡെലിവറി ബാഗിൽ തന്നെ ഉൾപ്പെടുത്തിയ ഒരു ക്രീമാണിത്. പക്ഷേ കുട്ടിക്ക് ഇതുവരെ ബഡ് റാഷ് വന്നിട്ടില്ല. അപ്പം അതിന് പകരം നമുക്കിവിടെ കുട്ടി ഒരുപാട് തുപ്പോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ വെള്ളം ഇവിടെ പോയിട്ട് ഇവിടെയൊക്കെ മുറിയാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ പിന്നെ തൊടേൻ്റെ ഇടുക്കിൽ അവിടെയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അതിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരി ഒരു റാഷ് ക്രീം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ, ബാമെഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റാഷ് ക്രീം. ഇത് ബേബി ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റാഷ് ക്രീമാണ് ഇത്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അവൻ്റെ ഇവിടെ ഇങ്ങനെ മുറിയുമ്പോൾ തേക്കാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബഡ് റാഷസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു ചുമന്ന ചെറിയൊരു പാട് വരുമ്പോഴത്തേക്കും അവിടെ തേച്ച് കൊടുക്കാറുണ്ട്. നല്ല പ്രോഡക്റ്റാണിത്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അടുത്തത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഞാനായിട്ടൊന്നുമേ വാങ്ങിച്ചൊന്നും പോയിട്ടുണ്ടാവില്ല. എൻ്റെ പീഡിയാട്രീഷ്യനടുത്ത് ഞാൻ ചോദിച്ചിട്ട് ആൾ എഴുതി തന്ന മോയ്സ്ചറൈസറാണ് ഞാൻ കുട്ടിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഇത് തന്നെയാണ് കേട്ടോ. അത് വന്നിട്ട് ഈ ടെഡി ബാർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെയാണ് ആൾ എഴുതി തന്നത്. അത് അറ്റോഗ്ല എന്ന് പറയുന്ന ഇത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത് കൊണ്ട് കുട്ടികൾക്ക് മോയ്സ്ചറൈസർ നമ്മൾ ലോഷനായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലോഷനാണ് ഡോക്ടർ എഴുതി തന്നത്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ക്രീം വാങ്ങിച്ചാൽ നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ഓയിൽ കണ്ടൻ്റ് ആയിരിക്കും അതിനകത്ത് കൂടുതലുണ്ടാവുക. ഇത് വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നല്ല സൂപ്പർ സ്മൂത്തായിട്ട് നമുക്ക് ബോഡി ഫുള്ളും അപ്ലൈ ചെയ്യാം. അടുത്തത് വന്നിട്ട് ന്യൂ മോംസിന് വളരെയധികം റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വയറുവേദന എടുത്തിട്ട് അവരിങ്ങനെ പൊളഞ്ഞ് കരയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു മരുന്ന് ഡോക്ടർ തരും, പക്ഷെ അത് ഒന്ന് വർക്കായി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. നമ്മളതിങ്ങനെ കണ്ടിട്ട് വിഷമിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ അതിന് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നിയ ഒരു റോൾ ഓൺ ആണ് കേട്ടോ ഇത്. മദേഴ്സ് ഫസ്റ്റിൻ്റെ തന്നെ ടമ്മി റോൾ ഓൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് വന്നിട്ട് 0+ മന്ത്സ് ആണ്. പിറന്ന കുട്ടിയിൽ തുടങ്ങി നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അവർക്ക് ഗ്യാസ് പാസ്സാവുന്നത് പോലെയും പിന്നെ അവർക്ക് നല്ലൊരു ആശ്വാസമുള്ള പോലെയും ഉറക്കമൊക്കെ ശരിയാവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യം എൻ്റെ ഒന്ന് സ്കിന്നിൽ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ കുട്ടിക്ക് തേച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ഇത് ഔട്ടർ സ്കിന്നാണ്. നേവലിന് ചുറ്റും നമ്മളിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് പൊക്കിളിന് ചുറ്റും നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് വലിയ ഉള്ളിലേക്കുള്ളതല്ലാത്തതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്തതാണ്. പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു കുപ്പി ഓൾറെഡി തീർന്നു. ഇത് ആ പറയുന്ന പോലെ തന്നെ ഇത് ആവണക്കെണ്ണയാണ്. ഇതും ഞാൻ ഇതുപോലെ തന്നെ ഇവനെ ഈ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ നേവൽ ഏരിയയിൽ പൊക്കിളിന് ചുറ്റും രാത്രി 7 മണിക്കൊക്കെ ശേഷം ഈ കോളിക് പെയിന് തടയാൻ വേണ്ടിയിട്ട് പൊക്കിളിന് ചുറ്റും ഇടയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഈ ഫാബ്രിക് റോൾ ഓൺ ആണ്. ഇത് മദേഴ്സ് സ്പെഷ്യൻ്റെ തന്നെയാണ് കേട്ടോ. മദേഴ്സ് സ്പെഷ്യൻ്റെ സാധനം തന്നെയാണ്. ഇത് വന്നിട്ട് കൊതുക് കടിയിൽ നിന്ന് കുഞ്ഞിനെ ഒരേ കാലും കയ്യിലൊക്കെ പാട് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ വാങ്ങിച്ചത്. ഭയങ്കര സ്മെല്ലാണ്. അപ്പം നമ്മൾ ഒരു 4 dots ആണ് ഇതിനകത്ത് പറയുന്നത്. അത്ര തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഡ്രസ്സിൽ മുകളിലും താഴെയായിട്ട് ഓരോരോ കുത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഇത്. എഫക്റ്റീവ് ആവാത്ത സമയത്ത് ഒരു സേഫ്റ്റിക്ക് എന്നുള്ള നിലയിൽ ഞാൻ വാങ്ങിച്ച അടുത്തൊരു പ്രൊഡക്റ്റാണ് ഇത്. ഇത് നാച്ചുറൽ ഇൻസെക്റ്റ് റിപ്പല്ലൻ്റ് എന്ന് പറയുന്നത് സാധനമാണ് കേട്ടോ. ഇത് മദേഴ്സ് സ്പെഷ്യൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇതൊരു സ്പ്രേ ആണ്. നമുക്ക് കയ്യിലും കാലിലൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന മാതിരിയുള്ള സ്പ്രേ ആണ് ഇത്. മറ്റ് ജീവികളൊന്നും കുട്ടീനെ വന്ന് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു കാട് ഏരിയയിലാണ് വീട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പല ജീവികളായിട്ട് കയറി വരികയൊക്കെ ചെയ്തിട്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. ഇത്രയാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്. ബൈ ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ഓക്കെ ബൈ.